തുലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ ഹാലുക്കും? മക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പം നമ്മൾ രണ്ടാമത്തെ ടേം പരീക്ഷ അല്ലേ, ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്കൊക്കെ വന്നു. ഇനി നമ്മൾ 4 യൂണിറ്റാണ് കഴിഞ്ഞ പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലേ. 4 യൂണിറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ 4 യൂണിറ്റിൻ്റെയും ക്ലാസ് ഈ നമ്മുടെ ഈ ചാനലിൽ, ജലീൽ മാസ്റ്റർ ചാനലിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അത് മക്കൾ പോയി കണ്ട് അതിൽ പഴയ ക്ലാസ്സുകളെല്ലാം കിടക്കുന്നുണ്ട്, മക്കൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, നമുക്കിന്ന് ഇതെത്രയാ? കം ഹാദ ഖംസുൻ അൽ യൗം നഹ്നു നദ്റുസ് അൽ വഹ്ദത്തൽ ഖാമിസ. നമ്മൾ ഖാമിസ 5ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. 5ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് മക്കൾക്ക് വായിക്കാൻ പറ്റുണ്ടോ? അൽ ആലമുൽ അജീബ്. അതാ അൽ ആലമുൽ അജീബ്. മാ ഹുവൽ ആലം? നഹ്നു മദാ നഈഷു ഫി ആലമിൻ. നമ്മൾ ജീവിക്കുന്ന എവിടെയാ? ഫി ആലമിൻ, ഒരു ലോകത്താണ്. കൈഫ കാന ആലമുന അജീബുൻ. ആലം ലോകമെന്ന് പറയുന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ലോകമാണ് അല്ലേ. എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്? സാറൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ കുറേ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ലോകാത്ഭുതങ്ങൾ കുറേ ഉണ്ട്. താജ്മഹൽ, കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പുതിയ കുറേ അത്ഭുതങ്ങൾ സാറൊന്ന് കാണിച്ചു തരട്ടെ. ഒരു വീഡിയോ ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് മക്കൾ കണ്ടു വെക്കാം. ശ്രദ്ധിക്കാം. Off-road mobility. With its 4 robotic legs equipped with adaptive hooves, it mimics natural walking movements. കണ്ടാ, എന്താണ് നമ്മളെ ചാടിപ്പോകുന്നൊരു സിംഹത്തെ പോലെ ഉണ്ട് അല്ലേ. പക്ഷെ അതൊരു റോബോട്ടാണ്. റോബോട്ടല്ലേ? അതേപോലെ സാറ് വേറൊരു സാധനം കാണിച്ചു തരാം. കേട്ടോ. With advanced navigation software, improved propulsion systems, and high-resolution 4K capable cameras, IntBall 2 autonomously captures photos and videos, reducing astronauts' workload for documentation. ഇതൊരു റോബോട്ട് ക്യാമറയാണത് കേട്ടോ. ഇനി വേറെ നോക്കിയോ. മക്കളെ. 1.32 meters tall and സ്വീപ്പിംഗ് കിക്ക് ക്വാംപാറ്റ്. ഇതൊരു റോബോട്ടാണ് അല്ലേ. നമ്മൾ അഭിനയിക്കാൻ വേണ്ടി റിയൽ ടൈം അറ്റ് നോർമൽ സ്പീഡ്. അങ്ങനെ ഇത് ഒരു റോബോട്ടുകളാണ് അല്ലേ, ഡാൻസ് ചെയ്യുന്ന റോബോട്ട്, ഹ്യൂമനോയിഡ് റോബോട്ട്, മനുഷ്യനെ പോലെയുള്ള റോബോട്ടുകൾ. പിന്നെന്താണ് ഇവിടെ നോക്കിക്കോട്ടോ, വേറൊരു സംഭവം. making it highly adaptable for tasks like seabed surveys, intelligence, ഇത് നമ്മളെ കപ്പലിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു പുതിയ അന്തർവാഹിനി അല്ലേ, അന്തർവാഹിനി കപ്പൽ. കേട്ടോ. Process involves collecting animal cells and nurturing them in a nutrient-rich, controlled environment until they and the ability to meet. ഇതൊരു നമ്മളെ ഇറച്ചിയാണ് അല്ലേ. പക്ഷേ ഈ ഇറച്ചി നമ്മുടെ ഒറിജിനൽ ഇറച്ചിയല്ല. നമ്മൾ ശാസ്ത്രരീതിയിലെ മക്കൾക്ക് സയൻസ് പ്രകാരം ഉണ്ടാക്കിയ, സയൻസ് മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ എന്തോ കെമിക്കൽ എടുത്തിട്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അല്ലേ, നാട്ടിലുണ്ടായിട്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ മക്കളൊരു ചിത്രം കണ്ടിട്ടുണ്ടാവും. ഇത് നോക്കിയേ. ഹുനാക്ക സൂറത്തുൻ ഫി സൂറത്തി മൻ ഹുനാക്ക ബിൻതുൻ വവലദുൻ. ഒരു കുട്ടിയുണ്ട് അല്ലേ. ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൽ ഷാഹത്തും ഹാദിഹിൽ ആല. ഈ ഉപകരണം കണ്ടിട്ടുണ്ടോ? ഇത് എന്തുപോലെയുണ്ട്? അന്നഹു യതീർ ഔ തതീർ. ഇത് പറക്കുന്നുണ്ടല്ലോ അല്ലേ. പറന്തോ ഡെലിവറി സാധനം കൊണ്ടുവരിക നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ ആ സാധനം പറയുന്നൊരു വസൽതു ഇലാ വിജ്ഹതി. ഐ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഞാൻ എവിടെ എത്തി? ഡെസ്റ്റിനേഷനിൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് അല്ലേ. ഹാദിഹി ത്വാഇറത്തുൻ അല്ലേ, മിസ്ല ത്വാഇറ. ഒരു വിമാനം പോലെയുണ്ട് അല്ലേ ഇത്. പക്ഷേ ഈ വിമാനം ത്വാഇറത്തുൻ സഗീറ, ഒരു ചെറിയ വിമാനമാണ് അല്ലേ.
അപ്പോൾ ഇതിനെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിന് നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയും, ഡ്രോൺ എന്നാണ് പറയുക അല്ലേ. ഡ്രോൺ എന്നാണ് പറയൽ. അല്ല മക്കളെ, സാറിന് ഇതുപോലെ ഡ്രോൺ വെച്ച് ചെയ്യാവുന്ന ഈ ഡ്രോൺ എന്താ ചെയ്യുന്നത്, എന്തോ ഒരു സാധനം ഈ പെൺകുട്ടിക്ക് കൊണ്ട് കൊടുക്കണം അല്ലേ. വേറെ ഡ്രോൺ വെച്ച് എന്തൊക്കെ ചെയ്യാം അല്ലേ, വീഡിയോ എടുക്കാം. ഇവിടെ നോക്കൂ, വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഡ്രോണ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കോട്ടാ. 16. The Agris T16 was designed from the ground up. The 4.8 impressive spraying effect. സ്പ്രേ It has a spray width of കൃഷിക്ക് 6.5 meters. ആവശ്യമായ കീടനാശിനിയൊക്കെ അടിച്ചു കൊടുക്കുകയാണ് അല്ലേ ഡ്രോൺ ഉപയോഗിച്ചിട്ട്. അതുപോലെ ഫോട്ടോ എടുക്കും, ഇപ്പം ഡെലിവറി നടത്തും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇതുപോലെ ഫോണ്, അതുപോലെ ഡ്രോൺ ക്യാമറകൾ ഒക്കെ എന്താണ്, ഇൽമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ സയൻസ് അല്ലേ. സയൻസ് കൊണ്ടാണ്, സയൻസ് വികസിച്ചപ്പോഴാണ് എന്തായത്, ഇതൊക്കെ നമുക്ക് ലഭ്യമായത് അല്ല മക്കളെ. അപ്പോൾ നമ്മൾ നഹ്നു നതഅറഫ് സ്വദീഖൻ, ഇന്ന് നമ്മൾ വേറൊരു കൂട്ടുകാരനും കൂടി പഠിക്കുകയാണ്. ഹുവ മൻ ഹുവ ഫവാസ്, ഫഹാദ ഫവാസ്. ഇത് ഫവാസ് ആണ് കേട്ടോ മക്കളെ. ആരാണ്? ഫവാസ്. ഫവാസ് അന്നഹു ഇസ്തൈഖള യൗമൻ, ഒരു ദിവസം അവന് മിനൻ നൗം, ഉറക്കത്ത് നിന്ന് എണീറ്റ് വന്നു. അപ്പോഴുണ്ടടാ ഹുനാക്ക മൻ ഹാദ, ഇതാരാണ്? ഹാദിഹി റോബോത്ത് അല്ലേ. മഹാദ ഹാദിഹി ഹാദ റോബോ, ഇതൊരു റോബോട്ടാണ്. റോബോട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഈ റോബോട്ട് എന്താ ചെയ്ത്? അന്നഹൗ അഅദ്ദൽ ഫതൂർ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും. റോബോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമോ? നമുക്ക് എന്താണ് കുക്ക് ചെയ്യുന്നൊരു റോബോട്ടിനെ കാണാം. ഇത് ശ്രദ്ധിച്ചോട്ടെ മക്കളെ. The robot was developed by the startup Curva Automation with support from the Singapore Productivity Center to help address labor shortages in hotels. 1X has demonstrated significant progress in the field by introducing its humanoid robot named Eve. This robot can now execute long sequences of tasks using natural language voice commands, which marks an important milestone in the industry. We won't go into the countless tasks this robot can perform because there are plenty of videos. അല്ല മക്കളെ, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫവാസിൻ്റെ വീട്ടിലും ഒരു റോബോട്ട് വന്ന് അവന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റോബോട്ടിന് കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ. ഫഹാദ ഹുവ ഇൽമുൻ, ഇതും എന്താണ്? അൽ ഇൽമ്, സയൻസാണ്. അൽ ഇൽമു ബഹ്റുൻ, സയൻസ് ഒരു കടൽ പോലെയാണ്. അതിങ്ങനെ വളരെ വലിയ വിശാലമായി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഫവാസ് ഒരു പാട്ടങ്ങട് പാടി. എന്തിനെക്കുറിച്ച്? സയൻസിനെ കുറിച്ച്. എന്താവും പാടിയത്? നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മാനാഫിഉ അഅരിഫു ബിൽ അസ്റാരി മാ ഗാബ മിൻ അസ്റാരി വഉസ്ലിഹുൽ അഖ്താഅ ലംസൻ കമാ ആശാഉ വഅഹ്സിബുൽ അർഖാമ ഫി ദിഖ്ഖത്തിൽ ഇഹ്കാമി ല്ലേ. വലൻ യകൂന ഫി ഗദി സഅബുൻ ബിഐനി ഔ യദി അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മാനാഫിഉ. അല്ലേ, നല്ല പാട്ടല്ലേ. ഇതുപോലെ മക്കൾ പാടണം. അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മാനാഫിഉ. മക്കളൊന്നുകൂടി വായിച്ചേ. അൽ ഇൽമു ബഹറുൻ വാസിഉൻ, അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മാനാഫിഉ അഅരിഫു ബിൽ അസ്റാരി മാ ഗാബ മിൻ അസ്റാരി. പാടുക. വൗസ്ലിഹുൽ അഖ്താഅ ലംസൻ കമാ ആശാഉ വഅഹ്സിബുൽ അർഖാമ ഫി ദിഖ്ഖത്തിൽ ഇഹ്കാമി.
വലൻ യകൂന ഫീ ഗദി സഅബുൻ ബിഐനി ഔ യദി അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മനാഫിഉ. അപ്പോൾ മക്കളെ ഈ പാട്ട് നന്നായി പാടി പഠിക്കണം കേട്ടോ. എന്താ ഇതിൽ പറയുന്നറിയോ മക്കളെ? സാർ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അൽ ഇൽമു ബഹറുൻ വാസിഉൻ. നമ്മുടെ സയൻസ്, നിങ്ങൾ സയൻസിലൊക്കെ പഠിക്കുന്നില്ലേ, EVS പഠിക്കുന്നുണ്ടാവും അല്ലേ? അതുതന്നെയാണ് ഈ സയൻസ് കേട്ടോ. അൽ ഇൽമു ബഹറുൻ വാസിഉൻ. എന്താണ് സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കടൽ പോലെയാണ് അല്ലേ? വലുതാണെന്ന് എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുല്ലുഹു മാനാഫിഉ, അതെല്ലാം നമുക്ക് എന്താണ്, യൂസ്ഫുള്ളാണ് അല്ലേ? ഈ റോബോട്ട് വന്നാൽ നമുക്ക് നമ്മുടെ പണി കുറയില്ലേ? ഡ്രോൺ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ? ഫോണിലൂടെ നമുക്ക് കുറേ ആളുകളെ കോണ്ടാക്ട് ചെയ്യാം, അതൊക്കെയാണ് അല്ലേ? ആരിഫു ബിൽ അസ്റാരി. ആരിഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിൽ അസ്റാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയും മക്കളെ? ബട്ടൺസ് ഇല്ലേ, ബട്ടൺ, ഓരോ നമ്മളെ സ്വിച്ചുകളില്ലേ, അതിനാ പറയുന്നത് കേട്ടോ. എന്ത് മനസ്സിലാക്കാം? മാ ഗാബ മിൻ അസ്റാർ. മാ ഗാബ ഒളിഞ്ഞിരിക്കുന്ന, മിൻ അസ്റാർ രഹസ്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഒരു ബട്ടണിൽ തൊട്ടപ്പോൾ എല്ലാം അറിയാൻ പറ്റും അല്ലേ? വൗസിലിഹുല്ലഖ്താ, തെറ്റുകളൊക്കെ എനിക്ക് തിരുത്താം. ലംസൻ, തൊട്ടുകൊണ്ട്, കമാഷാവ്, എനിക്ക് വിചാരിക്കുമ്പോഴൊക്കെ എനിക്ക് എല്ലാ തെറ്റും തിരുത്തല്ലേ? ഫോണിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ പറ്റിയ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാവൂലേ? അതുപോലെ വാഹിസിബുൽ അർഖാമ, ഞാൻ ഡിജിറ്റുകളൊക്കെ നമുക്ക് എണ്ണാം അല്ലേ? കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഒക്കെ ചെയ്യാം. ഫി ദിഖത്തിൽ ഇഹ്കാമി, കറക്റ്റായിട്ട് എണ്ണാൻ പറ്റും. ദിഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി ശ്രദ്ധയോടെ എണ്ണാൻ പറ്റും. വലൻ യകൂന ഫീ ഗദി, എനിക്ക് ശേഷം അല്ലെങ്കിൽ നാളെ, എനിക്ക് ശേഷം ഉണ്ടാവില്ല. സഅബുൻ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബി ഐനി, കണ്ണിനോ ഔ യദി, കാലിനോ അല്ല നമ്മുടെ കൈക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ ആളുകൾ സ്വന്തം ചെയ്യും അല്ലേ? റോബോട്ടുകൾ ചെയ്യും. അൽ ഇൽമു ബഹറുൻ വാസിഉൻ, സയൻസ് വലിയൊരു ലോകമാണ്. വകുല്ലുഹു മാനാഫിഉ, അതെല്ലാം എല്ലാവർക്കും പ്രയോജനകരമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയ മക്കൾ ശ്രദ്ധിച്ചോ, ഇതിൽ ഒരു ആക്ടിവിറ്റി മക്കൾ ചെയ്യാം. നുറാജിഉൻ നഷീദ വനഖ്താറുൽ കലിമാത്തുൽ മഖ്തൂമ ബി അ യ അ മ. ഇവിടെ ഈ പട്ടിൽ ആയും യായും ആയും മീമും വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ കൊണ്ട് എഴുതണം. ഇപ്പം അ, വാസിഉ, മനാഫിഉ അല്ലേ? ഏതാണ്? വാസിഉ, മനാഫിഉ. ഇനി അടുത്ത ഏതാണ് വരേണ്ടത്? യാ വെച്ച് ഏതാ അവസാനിക്കുന്നത്? ഏതാറുണ്ട് നോക്കൂ. ഗദി യദി അല്ലേ? ഗദി യദി. ഈ ഗദീന്ന് മക്കൾ എവിടെ എഴുതണം? ഇവിടെ അല്ല, അവിടെ എഴുതണം. യദീന്ന് ഇവിടെ എഴുതണം. പിന്നെ ഏതാ? അ, അംസയിൽ അവസാനിക്കുന്നത് അഖ്താ അല്ലേ? അഷാ ഉ, അതെവിടെ എഴുതണം മക്കൾ? ഇവിടെയും ഇവിടെ ആയിട്ട് എഴുതണം. മനസ്സിലായോ? പിന്നെ ഏതാണ്? മീം, അർക്കാം, മീം അല്ലേ? മീമിൽ അവസാനിക്കുക അർക്കാം, ഇഹ്കാം. സിമ്പിൾ അല്ലേ? അപ്പം അത് അഹ്കാം എന്ന് ഇവിടെ എഴുതാം, എന്താണ് അർക്കാം എന്ന് ഇവിടെ എഴുതാം, ഇഹ്കാം എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, എളുപ്പമല്ലേ? ഇനി മക്കൾ ഇതിൽ പഠിച്ച യാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ യാ അല്ലേ? നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. എങ്ങനെ എഴുതുന്നത് സാർ ഒന്ന് കാണിച്ചു തരാം. യാ എഴുതിയിരിക്കുന്നുണ്ടോ മക്കൾ? ഇതാണ്ടോ യാ അല്ലേ? യാ ഇങ്ങനെയാണ് എഴുതുന്നത് തുടക്കത്തിൽ വരുമ്പോൾ. ഇടയിലാകുമ്പോൾ യാ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? കളറൊന്ന് ചേഞ്ച് ചെയ്യുക സാറ്. പിന്നെയോ യാ അവസാനത്തിൽ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം അല്ലേ? ഇനി ഇത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ യാ നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം. ഇതിൻ്റെയൊക്കെ അടിയിൽ കുത്തിടാൻ മറക്കരുതല്ലോ, സാർ അത് പറഞ്ഞില്ല. കുത്ത് 2 എണ്ണം ഇടണം, മനസ്സിലായോ? കുത്ത് 2 എണ്ണം ഇടണം. ഓക്കെ, അപ്പോൾ ഇതാണ് പയ്യദുൻ. സാർ ഒരു വീഡിയോ കൂടി കാണിക്കാം, ഇത് നോക്കൂ.
വേണ്ട في وسط الكلمة യാ ആദ്യം വന്നപ്പോ എങ്ങനെയിരിക്കുന്നു? യാ ഇടയിൽ في വന്നപ്പോ آخر കണ്ടിരിക്കുന്നു الكلمة ബൈത്തുൻ. متصل مثل ചേർത്ത് صبي. എഴുതുമ്പോ സബിയുൻ. في آخر الكلمة منفصل مثل جري. കണ്ടോ ഒറ്റയ്ക്ക് എഴുതി കണ്ടോ? 4 രീതിയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ യാ എഴുതാൻ മക്കൾ പഠിക്കണം, യാ വായിക്കാനും പഠിക്കണം. ഓക്കെ, ഇതിവിടെ യാ ചേർക്കാൻ വേണ്ടി ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ? 3 വാക്കുകൾ ചേർത്തിട്ടുണ്ട്. യംബൂൻ. അപ്പൊ ഈ യാ എങ്ങനെ വരും? ഇത് ആദ്യത്തിലെല്ലാം വന്നിക്കണേ ഈ ആയി മാക്കണം ഇവിടെ അല്ലേ? യംബൂൻ യംബൂൻ. പിന്നെ ഹ യ വാനുൻ എന്നാണ്. അപ്പൊ ഇവിടെ ഏത് യാ വരിക? ഈ യാ വരിക അല്ലേ? ഹായ ചേർത്ത് എഴുതുമ്പോൾ ഹായ വാനുൻ. സബിയുൻ അല്ലേ? അതിപ്പോ ഈ യാ വരും സബിയുൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി മക്കളുടെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ഉണ്ടല്ലോ 4ൻ്റെ, അതിലും യാ ഇതുപോലെ എഴുതി പഠിക്കാനുണ്ട് കേട്ടോ. യഖ്തീനുൻ ബൈളത്തുൻ കുർസിയുൻ റഇയുൻ. ഉണ്ടോ? യൗമെന്ന് ഇവിടെ നിന്ന് എഴുതി തുടങ്ങണം. യാ തുടക്കത്തിൽ വന്നപ്പോൾ ഉണ്ടോ? യൗമുൻ ലൈമൂനുൻ. താഴത്തുനിന്ന് മുകളിലേക്ക് എഴുതണം. എഴുതില്ലേ? ജക്കിയുൻ ജുന്തിയുൻ അങ്ങനെ എഴുതാം. ഓക്കെ, യായിൻ്റെ ഈ 4 സ്ഥലങ്ങളിൽ വരുന്ന രീതികൾ മക്കൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.